ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ സദ്യ കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റാണ് ഈ അടപ്രഥമന് വരുന്നത് കേട്ടോ. വളരെ രസമുണ്ട്. വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ കുറേ നാളായിട്ട് ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ നന്നോക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നന്നോക്കാട് സാബു ചേട്ടൻ്റെ വീട്ടിലൂണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പത്തനംതിട്ട ടൗണിൽ നിന്നും കോഴഞ്ചേരിക്ക് പോകുമ്പോൾ നന്നോക്കാട് വലത്തുവശത്ത് ഒരു ബോർഡ് കാണാം, വീട്ടിലൂണ്. അവിടെ ഒരു കോൺക്രീറ്റ് റോഡാണ്, മുകളിലേക്ക് കയറി വരണം. നിങ്ങളോർക്കും ഇവിടെ വന്ന് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം ഉണ്ടാകില്ല എന്ന്. പക്ഷേ ഇതിൻ്റെ മുകളിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് വളരെ വിശാലമായിട്ട് സ്ഥലമുണ്ട്. ഇവിടെയാണ് വീട്ടിലൂണ് ലഭിക്കുന്ന സ്ഥലം. വീട്ടിലൂണെന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു സദ്യയാണ്. സദ്യ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. സാബു ചേട്ടൻ്റെ സദ്യ ഇതൊന്ന് കഴിക്കുവാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നും വരച്ചില്ലേ? ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. സാബു ചേട്ടൻ അതിൻ്റെ തിരക്കിലായിരുന്നു. എല്ലാ ഭക്ഷണവും വേഗം തന്നെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ചിക്കനും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം റെഡിയായത്. ഞാൻ കഴിക്കാനായിട്ടിരുന്നു. എൻ്റെ കൂടെ ഇവിടെ മറ്റു പലരും വന്നിട്ടുമുണ്ട്. സാധാരണ 12:45 ആകുമ്പോഴാണ് ഇവിടെ ഫുഡ് തയ്യാറാവുന്നത്. 1 മണി തൊട്ട് നല്ല തിരക്കായിരിക്കും. ഏകദേശം ഒരു 2:30-3 മണിയോടുകൂടി ഭക്ഷണമൊക്കെ ഇവിടെ തീരും. നമ്മുടെ അടുത്ത് തന്നെ കുറച്ച് സുഹൃത്തുക്കൾ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്നുണ്ട്. ചിക്കൻ കറി എത്തിയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ചിക്കൻ കറിയാണ്. ബീഫ് ഫ്രൈ എത്തി. നല്ല ഗാർണിഷൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു വായിൽ വെള്ളം വരുന്ന പോലെ. അതുപോലെ നത്തോലി ഫ്രൈയും എത്തിയിട്ടുണ്ട്. സാബു ചേട്ടൻ ഇവിടെയുള്ള ഐറ്റംസ് എല്ലാം ഇപ്പോൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചോറ്, അതിൽ ഇന്ന് കുമ്പളങ്ങ കറിയാണ് ഇവിടെ സ്പെഷ്യലായിട്ട് ഒഴിച്ചുകറി ഉള്ളത്. പിന്നെ സൈഡിൽ നിന്ന് തുടങ്ങിയാൽ സലാഡ്, പച്ചടി, നാരങ്ങാച്ചാർ, ഇഞ്ചിക്കറി, അവിയൽ, പയർ തോരൻ, ഗ്രീൻ പീസ് കൂട്ടുകറി, പിന്നെ ഇത് ചേമ്പ് കൊണ്ടുള്ള ഒരു ചെറിയ കൊണ്ടാട്ടം അല്ലെങ്കിൽ ഈ ചിപ്സാണ്. പിന്നെ സ്പെഷ്യലായിട്ട് ഇവിടെ ഉള്ളത് നാടൻ ചിക്കൻ കറി, ഒരു ചെറിയ റോസ്റ്റ് സ്റ്റൈലിൽ ഗ്രേവി ആയിട്ട് നാടൻ ചിക്കൻ കറിയുണ്ട്. പിന്നെ ബീഫ് ഫ്രൈ, അതും ഇവിടെ സ്പെഷ്യലാണ്. പിന്നെ ഇത് നത്തോലി പീരയാണ്. നത്തോലി ചില സ്ഥലങ്ങളിൽ ഉഴവലെന്ന് പറയും. ഉഴവൽ പീരയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാനീ കഴിക്കാൻ തുടങ്ങിയാണ്. ഒരു സൈഡിൽ തുടങ്ങാം. നല്ല ചൂട് ചോറാണ്. ഇപ്പോൾ സമയം 12:45 കഴിഞ്ഞു. നല്ല ചൂടുണ്ട് ചോറിന്. കറികൾക്കെല്ലാം നല്ല ചൂടുണ്ട്. നല്ല ഒരു നാടൻ ടേസ്റ്റുള്ള കറിയാണ്. സൈഡിൽ തുടങ്ങുന്നു. സലാഡ്, അടിപൊളി പച്ചടി. നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന ഒരു പച്ചടിയുടെ ടേസ്റ്റ് തന്നെ. നാരങ്ങ അച്ചാർ ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇഞ്ചിക്കറി, ഇഞ്ചിക്കറി രസമാണ്. അല്പം ചോറിൻ്റെ കൂടെ അതൊന്ന് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു അടിപൊളി. ഇനി അവിയലാണ്. നല്ല ടേസ്റ്റുള്ള അവിയലാണ്, നല്ല ടേസ്റ്റാണ്. തോരൻ,
നമ്മുടെ പയറാണ് തോരനായിട്ടുള്ളത്. അല്ല, എല്ലാം നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആട്ടോ. വീടുകളിലൊക്കെ നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ ചെയ്തു തരുന്ന ഒരു ടേസ്റ്റ്. കൂട്ടുകറി എടുത്തിട്ടുണ്ട്, അത് ഗ്രീൻ പീസാണ്. അതും ടേസ്റ്റ്. പിന്നെ ചേമ്പിൻ്റെ ചിപ്സാണ് ഒരു സ്പെഷ്യല്. അടിപൊളി. ഇവിടുന്ന് പീര ഒന്ന് എടുത്ത് നോക്കാം. നത്തോലി അല്ലെങ്കിൽ ഉഴുവൽ പീര അല്പം ചോറിൻ്റെ കൂടെ വെച്ച് കഴിക്കുകയാണ്. സൂപ്പർ. നല്ല ഒരു നമ്മൾ വീട്ടിലൊക്കെ പീര വെക്കുന്ന അതേ ടേസ്റ്റ് തന്നെ. ഇനി ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ സാധനമാണ് നാടൻ ചിക്കൻ കറി. ഒരു പീസ് എടുത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. തേങ്ങാക്കൊത്തൊക്കെ കിടപ്പുണ്ട്. നാടൻ കോഴിയാണ്. നല്ല ചൂടാട്ടോ. ഈ സമയം വന്നതുകൊണ്ടായിരിക്കാം നല്ല ചൂടായിട്ടാണ് കറികൾ. ചോറ് കറികൾക്കെല്ലാം നല്ല ചൂടാണ്. അടിപൊളി ഒരു നാടൻ ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. ബീഫുണ്ട്. അടിപൊളി ബീഫ്. വീണ്ടും കുറച്ചുകൂടി ബീഫ് എടുത്ത് കഴിക്കുകയാണ്. അല്ല, എല്ലാ കറികളും ശരിക്കും നാടൻ ടേസ്റ്റാണ്. ഇനിയും ഇവിടെ ഒഴിച്ചേറി മോരും സാമ്പാറും ഒക്കെ ഉണ്ട്. അതുപോലെ അവസാനം പായസവും ഉണ്ട്. കുറച്ചുകൂടെ ബീഫ് കൂട്ടിയൊന്ന് കഴിക്കാൻ നമുക്ക്. ഇനി ഞാനിത് മുഴുവൻ കഴിക്കാനായിട്ട് ഉള്ള പുറപ്പാടിലാണ്. സാമ്പാർ സാമ്പാർ മതി മതി. പിന്നെ മോരാ ഉള്ളത് അല്ലേ? പുളിശ്ശേരിയും പച്ചമോരും ഉണ്ട്. പായസം ഏതാ ഇന്നുള്ളത്? അടപ്രഥമൻ. മതി 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 മതി. അവസാനം പുളിശ്ശേരി ഒഴിച്ച് ഒരു പിടിയോട് പിടിക്കാം. അടപ്രഥമനല്ലേ? അടപ്രഥമനല്ലേ? അവസാനം അടപ്രഥമനും വന്നിട്ടുണ്ട്. ഇതൊരു കഴിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ സദ്യ കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റാണ് ഈ അടപ്രഥമന് വരുന്നത് കേട്ടോ. വളരെ രസമുണ്ട്. തന്നെയല്ല, ഇങ്ങനെ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഈ ഇലയിൽ തന്നെ ഇത് ഒഴിച്ച് ഇങ്ങനെ കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീല് നല്ല രസമാണ്. എത്ര മണി തൊട്ടായിരിക്കും തുടങ്ങുമ്പോൾ 12:45 ഒരു 3 മണി വരെ? 3-3:15 വരെയൊക്കെ ആവും. 3:15 വരെ ഫുഡ് ഉണ്ടാകും. എത്രയാണ് നമ്മുടെ ഈ ഊണിന്? 80 രൂപ ഊണിന്. 80 രൂപ ഊണും? 80 രൂപ മാത്രമാണ് ഈ ഊണിനുള്ളത്. ഇത്രയും വിഭവങ്ങളോട് കൂടി 80 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. 80 രൂപ മാത്രമാണ് ഇവിടെ ഊണിന് വാങ്ങിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സ്പെഷ്യലുകളെല്ലാം അതിൻ്റേതായിട്ടുള്ള ചാർജുകളുണ്ട്. പൊതി കൊടുക്കും, പാഴ്സലായിട്ട് കൊടുക്കും. അതിലെന്തൊക്കെ ആയിരിക്കും സ്പെഷ്യൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എല്ലാ ഐറ്റവും ഇന്നും സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യലായിട്ട് കൊടുക്കും. ബാക്കിയുള്ളതെല്ലാം പൊതിച്ചോറിൻ്റെ വില എങ്ങനെയാണ്? പൊതിച്ചോറ് 80 രൂപ. അതിൻ്റെ മത്തിയോ ഓംലെറ്റ് ഒക്കെ വെച്ചാൽ അതിൻ്റെ സെപ്പറേറ്റ് ചാർജ് എടുക്കും. മത്തിക്ക് വറുത്തതൊക്കെയാണെങ്കിൽ 50 രൂപ മത്തിക്കും, പീരയാണെങ്കിൽ 50, മീൻകറിയാണെങ്കിൽ 60, നാടൻ ചിക്കൻ ആണെങ്കിൽ 100. അത് 100-നും നാടൻ ചിക്കൻ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ 100-നാണ് കൊടുക്കുന്നത്. പിന്നെ മീൻകറി, പിന്നെ ബീഫ് ഫ്രൈ, കക്ക ഫ്രൈ കാണും, കണവ കാണും. കണവയ്ക്ക് 100, കക്കയ്ക്ക് 80, അങ്ങനെയൊക്കെ വെക്കുന്നത്. കാറ്ററിംഗ് ഓർഡർ അനുസരിച്ച് ഓർഡർ എടുത്ത് കൊണ്ടു കൊടുക്കുക പതിവില്ല. ഇവിടെ വന്നാൽ കൊടുത്തു വിടും, പത്രത്തിൽ കൊടുത്തുവിടും. കൊണ്ടു കൊടുക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരെണ്ണം വന്നിരുന്നു. അപ്പോൾ അത് വിതരണം ചെയ്യണം. അപ്പോൾ കാര്യം എൻ്റെ ഇവിടുത്തെ ശ്രദ്ധ പോകുമ്പോൾ അവിടെ നമുക്കെല്ലാം കൂടെ പാളും. നമുക്ക് അതിൻ്റെ അങ്ങനെ വലിയ ലാഭം പ്രതീക്ഷിച്ച് വരെ നടത്തുന്നത്. എനിക്കിത് താല്പര്യമാണ് നടത്തുന്നത്. ചേട്ടൻ്റെ പേരാണ് സാബു എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടനാണ് ഇത് നടത്തുന്നത്. ഇവിടെ കൂടെ ഒരു 4-5 പേര് ചേട്ടൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്.
അതുപോലെ തന്നെ കോടതിക്കകത്ത് വേറൊരു കടയുണ്ട് എനിക്ക്, അതൊരു അകത്ത്, അത് മിൽമ ബൂത്തും ടീ ഷോപ്പും എല്ലാം കൂടാണ് അത് നടത്തുന്നുണ്ട്. അപ്പോൾ അത് നടത്തിയിട്ട് അവിടുന്ന് ഒരു 9:30 കഴിഞ്ഞ് 10 മണി ആകുമ്പോൾ ഇവിടെ വരുന്നത്. എന്നിട്ട് ഇവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടല്ലോ, നിങ്ങൾ വന്നപ്പോൾ ഞാൻ കോഴി ശരിയാക്കുന്നതേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോഴി വരുന്നത്. ഓക്കെ, വളരെ നന്ദി ചേട്ടാ. ഓക്കെ, നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. പത്തനംതിട്ട ടൗണിന് തൊട്ടടുത്ത് തന്നെയാണ്. സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കോഴഞ്ചേരിക്ക് പോകുമ്പം നന്നുവക്കാട് വലത്തുവശത്തായിട്ട് ഒരു ബോർഡ് കാണാം, വീട്ടിലൂടെന്ന് പറഞ്ഞ്. ആ ഒരു കയറ്റം മുകളിലേക്ക് കയറി വരുമ്പോൾ ഉള്ള ഒരു ഇടതുവശത്ത് കാണുന്ന ഒരു വീടാണ്. പാർക്കിംഗ് ഇല്ല എന്ന് കരുതി ആരും ഇവിടെ കയറാതെ ഇരിക്കരുത്, കാരണം വളരെ വിശാലമായ പാർക്കിംഗ് ആണ് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ളത്. എത്ര കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. താഴെയും ഉണ്ട്, മുകളിലും ഉണ്ട് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം. ഹായ്, നമസ്കാരം. നിങ്ങൾ സ്ഥിരം ആൾക്കാരാണല്ലേ? എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു കോമൺ അഭിപ്രായം? നല്ല ഫുഡ്, വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ ഉള്ളൂ. വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെ. കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ. കുറേ നാളായിട്ട് ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ പത്തനംതിട്ടയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സാബു ചേട്ടൻ്റെ ഈ കടയിലെത്തി ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം. കാരണം അത്രയ്ക്കും രുചികരവും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന റേറ്റുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. ശരിക്കും ഇതൊരു അത്ഭുതമാണ്. പത്തനംതിട്ട പോലുള്ളൊരു നഗരത്തിൽ 80 രൂപയ്ക്ക് വീട്ടിലൂണ് സാധാരണയുണ്ട്, പക്ഷേ ഇത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇതൊരു സദ്യ എന്ന് തന്നെ പറയണം. 80 രൂപയ്ക്ക് ഒരു സദ്യ കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. നമ്മുടെ സാബു ചേട്ടൻ്റെ കടയിൽ അത് ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പം, ടൗണിൽ നിന്നും എളുപ്പം വരാവുന്ന ദൂരത്ത് മാത്രമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അടുത്ത വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, ഞങ്ങളുടെ പഴയ വീഡിയോകളും ഉണ്ട്, തീർച്ചയായും അത് കാണാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.